ഇനി പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് പരിശോധിക്കുന്നത്. നരേന്ദ്രമോദിക്ക് കുടുംബം ഇല്ല എന്ന ലാലു പ്രസാദ് യാദവിന്റെ വിമർശനം പ്രചാരണ ആയുധമാക്കി ബിജെപി. മോദി കാ പരിവാർ എന്ന പേരിൽ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ ബിജെപി പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞത്. രാജ്യത്തെ 140 കോടി ജനങ്ങൾ തന്റെ കുടുംബമാണ് എന്ന് മോദിയും മറുപടി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ഇപ്പോൾ ചേരുന്നത്. രാഗേഷ്, പുതിയ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് മോദി കാ പരിവാർ. ഇതിനു മുമ്പ് നമുക്കറിയാം ചൗക്കീദാർ ചോർഹെ എന്ന പരാമർശം അത് മറ്റൊരു ക്യാമ്പയിനാക്കി മാറ്റുന്നു. ചായ്വാല പോലെയുള്ള പരാമർശം ക്യാമ്പയിനാക്കി മാറ്റുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാചകം. ഈ വോട്ടിലൂടെ വളർന്ന ഇന്ത്യ എന്ന പുസ്തകം അടുത്ത ദിവസം പ്രകാശനത്തിന് ഒരുങ്ങുകയാണല്ലോ. ER ആണല്ലോ ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതിലും ഈ തെരഞ്ഞെടുപ്പ് ചരിത്രമാണല്ലോ പറയുന്നത്. രസകരമായ ഉള്ളടക്കം കൂടിയുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല. അപ്പോൾ ഇത്തരം മുദ്രാവാക്യങ്ങളെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്നതൊക്കെ ആ പുസ്തകത്തിൽ കണ്ടന്റായി വരുന്നുണ്ടോ? ഒപ്പം ഈ മുദ്രാവാക്യത്തെ എങ്ങനെയായിരിക്കും BJP പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? അഭിലാഷ്, തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വാക്കുകളും ആയുധമാക്കുകയാണ് BJP. കാരണം 2014 മണിശങ്കരയ്യരുടെ ഒരു പരാമർശമാണ് പിന്നീട് ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലുടനീളം BJP ആയുധമാക്കിയത്. അതായത് ചായക്കടക്കാരന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്നാണ് അന്ന് മണിശങ്കരയ്യർ പറഞ്ഞത്. അത് പിന്നീട് രാജ്യത്തുടനീളം ഇത്തരത്തിൽ ചായ്പേ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് അതൊരു വലിയ പ്രചാരണ ആയുധമാക്കി BJP മാറ്റിയത്. കഴിഞ്ഞ തവണ 2019 എത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതലായി ഉന്നയിച്ചിരുന്ന കാര്യം ചൗക്കീദാർ ചോർഹെ എന്ന മുദ്രാവാക്യമായിരുന്നു. അത് പിന്നീട് ചൗക്കീദാർ എന്ന, അതായത് കാവൽക്കാരൻ, രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും അത് ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ചോർഹെ മുദ്രാവാക്യം അത് 89-ൽ രാജീവ് ഗാന്ധിക്കെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് BP സിംഗിന്റെ കാലത്ത്. അതാണ് പിന്നീട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം പാട്നയിൽ നടന്ന പ്രതിപക്ഷ റാലിക്കിടെയാണ് ഇത്തരത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭാഗത്തുനിന്നൊരു പരാമർശമുണ്ടായത്. അതായത് പ്രധാനമന്ത്രിക്ക് കുടുംബമില്ല എന്ന പരാമർശമാണ് ലാലു പ്രസാദ് യാദവ് നടത്തിയത്. ഏതായാലും അതിപ്പോൾ BJP ആയുധമാക്കുകയാണ്, പ്രചാരണ വിഷയമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ ട്വിറ്റർ ഹാൻഡിലിൽ മോദി കി പരിവാർ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മോദിയുടെ കുടുംബം എന്ന രീതിയിൽ വലിയ പ്രചാരണ പരിപാടികൾക്ക് ഇപ്പോൾ BJP തുടക്കമിട്ടിരിക്കുന്നു. അമിത്ഷാ ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാരുടെയും ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെയും ഒക്കെ ട്വിറ്റർ ഹാൻഡിലിൽ ഇതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, മോദി കി പരിവാർ എന്നാണ്. പ്രധാനമന്ത്രി തന്നെ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ പറഞ്ഞത് 140 കോടി വരുന്ന ഇന്ത്യൻ ജനത തന്റെ കുടുംബമാണെന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ക്യാമ്പയിനായി മാറ്റുകയാണ് BJP. ഇത്തരത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വാക്കും ആയുധമാക്കിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് 2014-ലായാലും 2019-ലായാലും ഇപ്പോൾ 2024-ലെ തെരഞ്ഞെടുപ്പായാലും. അഭിലാഷ്, റൈറ്റ്, അതാണ് ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും കൃത്യമായി അജണ്ടയാക്കി മാറ്റാൻ, എതിരാളികളുടെ ശബ്ദങ്ങളെ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം BJP ഇതിനു മുമ്പ് പയറ്റി തുടങ്ങിയതാണ്. അതിൻ്റെ ചരിത്രം കൂടിയാണ് ER രാഗേഷ് പറഞ്ഞു വെച്ചത്. ഒപ്പം ഇത്തരം വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ച വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലാണ് പര്യടനം തുടരുന്നത്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ദർശനം നടത്തുകയും ചെയ്യും. ER രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായയാത്രയിൽ കുറച്ചുകൂടി കരുതലൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന് തോന്നുന്നു. ഒപ്പം ഈ ക്ഷേത്ര ദർശനം അതും ചർച്ചയായി മാറുമല്ലോ. ഇതിനു മുമ്പ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. ഹിന്ദുത്വ അജണ്ട എന്നത് BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ മൃദു ഹിന്ദുത്വ അജണ്ടയാണ് കോൺഗ്രസിനെ എന്ന വിമർശനം ഉയരുന്നു. പക്ഷേ അപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്.
അഭിലാഷ്, ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് 52ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഏതായാലും 8:30-ക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പദയാത്രയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനം 2 മണിക്കാണ്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് 2 മണിക്കാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ മൃദു ഹിന്ദുത്വം, പ്രത്യേകിച്ച് കേരളത്തിലടക്കം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ CPM ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റവുമില്ല. അതിപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു, വിവിധ മഠങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല ഈ യാത്രയുടെ ഭാഗമായി തന്നെ അസമിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ രാഹുൽ ഗാന്ധി ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൽ വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ നൽകണമെന്ന് നേരത്തെ സുപ്രീം കോടതി SBIക്ക് ഉത്തരവിട്ടിരുന്നു. അതിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. പക്ഷേ SBI ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് കാലാവധി നീട്ടി നൽകണം എന്നൊരു ആവശ്യമാണ്. ജൂൺ മാസത്തിൽ 30 വരെ ഒരു സാവകാശമാണ് സ്വാഭാവികമായും SBI ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 30 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൊരു തീയതിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന വിമർശനമാണ് സ്വാഭാവികമായി ഉയരുക. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും യാത്ര മധ്യപ്രദേശിൽ തുടരുകയാണ്. യാത്ര മധ്യപ്രദേശിലൂടെ തുടരുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ സജീവമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ തിരക്കിലാണ് പ്രധാനമന്ത്രി. അടുത്ത 10 ദിവസത്തിനിടെ 12 സംസ്ഥാനങ്ങളിൽ ആണ് നരേന്ദ്രമോദി സന്ദർശനം നടത്താൻ പോകുന്നത്. ഇതിനിടയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. റോഡ്, റെയിൽ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പദ്ധതികളാണ് സംഗറെഡ്ഡിയിൽ ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്ന് ഒഡീഷയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 19,600 കോടി രൂപയുടെ പദ്ധതികൾ ആണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തറക്കല്ലിടിയിൽ ചടങ്ങും നടക്കും. ഉച്ചയോടെ ചന്ദിഖോലിയിൽ പ്രത്യേക വിമാനത്തിൽ ആണ് പ്രധാനമന്ത്രി എത്തുക. പിന്നീട് പാരദ്വീപിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മോണോ എത്തിലിൻ ഗ്ലൈക്കോൾ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. രദീപിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഹാൽദിയിലേക്കുള്ള 344 കിലോമീറ്റർ നീളമുള്ള ഉൽപ്പന്ന പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പാരദ്വീപിൽ പ്രതിവർഷം 0.6 ദശലക്ഷം മെട്രിക് ടൺ LPG ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതിയുടെ ആരംഭവും കുറിക്കും. NH49ന്റെ ബിൻജാബഹാൽ മുതൽ തിലേബാനി വരെയുള്ള 4-വരിപ്പാതയും NH18ന്റെ ബാലസോർ ജാർപോഖാരിയ സെക്ഷനിലെ 4-വരിപ്പാതയും NH16ന്റെ ടാങ്കി ഭുവനേശ്വർ സെക്ഷനിലെ 4-വരിപ്പാതയും നാടിന് സമർപ്പിക്കും. ഇത്തരത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച ഉദ്ഘാടനങ്ങളിൽ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്.